ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. റോമ 10:13 പറയുന്നു, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. പ്രിയമക്കളെ, അവിടത്തേക്ക് പക്ഷപാതമില്ല. ദേശം, വർഗം, സമൂഹത്തിലെ നില എന്നിവ കണക്കിടാതെ എല്ലാവരും രക്ഷ പ്രാപിക്കാനും നിത്യജീവൻ നേടാനുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സർവശക്തനായ കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. കർത്താവിൽ വിശ്വസിക്കുക. ഇടയനും രക്ഷകനും നാഥനുമായി ഏറ്റുപറയുക. അങ്ങനെ ഏറ്റുപറയുന്നവൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ വലിയ അത്ഭുതമായി മാറും. കാരണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശുവെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോയിൽ സമർപ്പിച്ച് നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന മാനസിക പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കൊണ്ടു നടക്കുന്ന ഭാരങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സത്യമായും തീർച്ചയായും അത് നമുക്ക് വെളിപ്പെടും. കർത്താവ് നമുക്ക് സാധിച്ചു തരും. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നവനാണെന്നും നമുക്ക് രക്ഷ തരുന്നവനാണെന്നും നാം വിശ്വസിക്കുക. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് എന്നും രക്ഷയുടെ അനുഭവം ഉണ്ടാകുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ആമേൻ.